ഹായ് ഓൾ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് നന്നായി അറിയുന്നവരാണ് നമ്മൾ. എന്നാൽ വിദ്യാഭ്യാസം എന്നാൽ അക്കാദമിക് ശേഷി മാത്രമാണെന്ന തെറ്റിദ്ധാരണയും നമ്മിൽ പലർക്കുമുണ്ട്. കണക്കും സയൻസും ട്യൂഷൻ നൽകി കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില മേഖലകളുണ്ട്. ഒരു പക്ഷേ മാതാപിതാക്കളോളം ഒരു ട്യൂഷൻ മാസ്റ്റർക്കും പകർന്നു കൊടുക്കാൻ കഴിയാത്ത ചില ഗുണങ്ങൾ. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് സഹവർത്തിത്വം. പരീക്ഷയ്ക്കിടയ്ക്ക് പെൻസിലൊടിഞ്ഞ സുഹൃത്തിന് പെൻസിൽ നൽകി സഹായിച്ച കാര്യം സന്തോഷത്തോടെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞ് രക്ഷിതാക്കൾ. പെൻസിൽ കിട്ടാതെ അവൻ പരീക്ഷ എഴുതാതെ ഇരുന്നെങ്കിൽ 1ാം റാങ്ക് മോന് കിട്ടിയേനെ എന്ന ആഗ്രഹം കൊണ്ട് പറഞ്ഞെന്നേയുള്ളൂ എന്ന് അമ്മ. അല്ലെങ്കിലും പെൻസിലും കട്ടറും ഒക്കെ നോക്കിയെടുക്കേണ്ടിയിരുന്നത് കുഞ്ഞിൻ്റെ തന്നെ ഉത്തരവാദിത്തമായിരുന്നല്ലോ. ഇങ്ങനെ പോകുന്നു അച്ഛൻ്റെ ന്യായീകരണം. ഇത് കേട്ട് വളരുന്ന കുട്ടി എന്താണ് മനസ്സിലാക്കുന്നത്? ക്ലാസ്സിൽ 1ാം സ്ഥാനത്ത് വരിക എന്നത് മാത്രമാണ് കാര്യമെന്നും സഹജീവികളെ സഹായിക്കുന്നത് മോശം കാര്യമാണെന്നും അവൻ്റെ കുഞ്ഞു മനസ്സിൽ പതിയും. സഹാനുഭൂതിയും സഹവർത്തിത്വവും കുട്ടികളെ പഠിപ്പിക്കാൻ പങ്കുവയ്ക്കലുകൾ ശീലമാക്കാം. കുഞ്ഞ് ഒന്നല്ലേയുള്ളൂ എന്ന് പറഞ്ഞ് മിഠായി കുഞ്ഞിനെ ഒറ്റയ്ക്ക് കഴിപ്പിച്ച് ശീലിപ്പിക്കരുത്. മുത്തശ്ശനും മുത്തശ്ശിക്കും കൂട്ടുകാർക്കുമൊക്കെ മിഠായികളും കഥപുസ്തകങ്ങളുമൊക്കെ പങ്കുവെപ്പിച്ച് ശീലിപ്പിക്കുക. മറ്റൊന്ന്, ആത്മാഭിമാനം. കുട്ടികളെ വഴക്കു പറയുമ്പോൾ അവരുടെ ആത്മാഭിമാനം മുറിപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അവരെ മറ്റു കുഞ്ഞുങ്ങളുമായി താരതമ്യം ചെയ്ത് കുറ്റപ്പെടുത്താറുണ്ടോ? ഇതെല്ലാം അവരിൽ ഏൽപ്പിക്കുന്ന മാനസിക ക്ഷതം ആത്മാഭിമാനത്തെ വികലമാക്കും. നല്ല കാര്യങ്ങൾക്ക് അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അവരിൽ അഭിമാനബോധം ഉയർത്താൻ സഹായിക്കും. മറ്റൊന്ന്, സ്വാശ്രയത്വം. ചെറിയ കുഞ്ഞല്ലേ, അവരെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കുമെന്നാ? കുട്ടികളിൽ സ്വാശ്രയബോധം വളർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ രക്ഷിതാക്കളുടെ മറുചോദ്യം ഇതാണ്. ഓടി നടന്ന് കളിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ കളിപ്പാട്ടങ്ങൾ കളി കഴിഞ്ഞ് തിരിച്ചു വയ്ക്കേണ്ട ഇടത്ത് വയ്ക്കാൻ ശീലിപ്പിക്കാം. ഹോംവർക്ക് പ്രൊജക്റ്റുകൾക്ക് സഹായിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതിൻ്റെ സമ്പൂർണ്ണ ചുമതല കുഞ്ഞിന് തന്നെയാവണം. ഇതുമാത്രമല്ല, വൈകാരിക കാര്യങ്ങളിലും സ്വയം ആശ്വസിപ്പിക്കാനും പ്രശ്നങ്ങളെ നേരിടാനുമുള്ള കരുത്തും കുഞ്ഞിന് പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ എല്ലാ കാര്യവും എല്ലാ കാലവും ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാവുകയില്ല എന്ന തിരിച്ചറിവാണ് ഇവിടെ പ്രധാനം. മറ്റൊന്ന്, കായികക്ഷമത. കളിക്കുന്ന കുഞ്ഞിനോട് പോയിരുന്ന് പഠിക്കടാ എന്ന് പറഞ്ഞാണ് മലയാളികൾക്ക് ശീലം. പറമ്പിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുഞ്ഞിലും നമുക്ക് അഭിമാനം കമ്പ്യൂട്ടറിലും ഐഫോണിലും ഗെയിം കളിക്കുന്ന കുഞ്ഞാണ്. ഇതിൻ്റെ ഫലമെന്നോണം വ്യായാമം എന്തെന്നറിയാത്ത മനസ്സുകളും ആരോഗ്യം എന്തെന്നറിയാത്ത ശരീരങ്ങളും പുതുതലമുറയുടെ അടയാളപ്പെടുത്തലുകളുമായി. ജോഗിംഗ്, മറ്റു കായിക വ്യായാമം ആഴ്ചയിൽ 4 ദിവസമെങ്കിലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഗ്രൗണ്ടിൽ ഇറങ്ങി ഓടിച്ചാടി കളിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. വീടിനടുത്ത് പാർക്കുണ്ടെങ്കിൽ പാർക്കിൽ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ പ്രത്യേക സമയം അനുവദിക്കാം. അടുത്തത്, ഉത്തരവാദിത്ത ബോധം. കുഞ്ഞു മനസ്സുകളിൽ എങ്ങനെ ഉത്തരവാദിത്ത ബോധം വളർത്താം? ചെറിയ പ്രായം മുതൽക്ക് തന്നെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകം ബാഗിൽ വെക്കുക, കളിച്ചു കഴിഞ്ഞ് കളിപ്പാട്ടം വെക്കേണ്ട സ്ഥാനത്ത് വെക്കുക, ഉടുപ്പുകൾ മടക്കി വയ്ക്കുക എന്നിങ്ങനെ കുഞ്ഞിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ചെയ്യാൻ അനുവദിക്കുക. മറ്റൊന്ന്, കരുണ. കരുണയും സ്നേഹവും ഒക്കെ പ്രത്യേകം പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നാവും പലരുടെയും ചോദ്യം. കുഞ്ഞു മനസ്സുകളിൽ സ്നേഹപാഠങ്ങൾ നിങ്ങൾ തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. വാക്കുകൾക്കപ്പുറം അവരെ സ്വാധീനിക്കാൻ കഴിയുക അച്ഛനമ്മമാരുടെ പ്രവൃത്തികൾ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കല്ലേ. താങ്ക്